ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. വികസിത ഭാരതത്തിന്റെ സാധ്യതകളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഭാരത് ടെക്സ് 2025 എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിലെ പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർക്കുന്ന യോഗം നാളെ തിരുവനന്തപുരത്ത്. സ്കൂളുകളിൽ റാഗിംഗ് വിരുദ്ധ സെല്ലുകൾ രൂപീകരിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് 6 മാസത്തിനകം നടപ്പാക്കുമെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി. കേരളം നിക്ഷേപകരുടെ ലക്ഷ്യസ്ഥാനമെന്ന് മന്ത്രി പി രാജീവ്. സ്റ്റാർട്ടപ്പ് മേഖലയിൽ സർക്കാർ കൂടുതൽ നിക്ഷേപം നടത്തുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനത്തെ എല്ലാ ആശാ വർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും പ്രത്യേക ക്യാൻസർ സ്ക്രീനിംഗ് നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സ് പോരാട്ടം. ISLൽ മുഹമ്മദ് നസി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതത്തിന്റെ സാധ്യതകൾ പ്രതിഫലിപ്പിക്കുന്നതാണ് ഭാരത് ടെക്സ് 2025 പരിപാടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഭാരത് ടെക്സ് 2025നെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ വർഷം രാജ്യത്തെ ടെക്സ്റ്റൈൽ കയറ്റുമതി 7% വളർച്ച രേഖപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. അസംസ്കൃത വസ്തുക്കൾ മുതൽ ഉൽപ്പന്നങ്ങൾ വരെയുള്ള മുഴുവൻ തുണിത്തരങ്ങളുടെയും മൂല്യശൃംഖലയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പരിപാടിയാണ് ഭാരത് ടെക്സ് 2025. വെള്ളിയാഴ്ച ആരംഭിച്ച പരിപാടി നാളെ സമാപിക്കും. ആദി മഹോത്സവ് 2025 രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഗോത്രവർഗ്ഗക്കാരുടെ പാരമ്പര്യവും ജീവിതരീതിയും രാജ്യത്തിന്റെ സംസ്കാരത്തെ സമ്പന്നമാക്കുന്നുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, ഗോത്ര സമൂഹങ്ങളുടെ കരകൌശലം, സംസ്കാരം, ഭക്ഷണം തുടങ്ങിയവ പ്രചരിപ്പിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. വയനാട്ടിലെ പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചു. നാളെ വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം. ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന മുണ്ടക്കൈ, ചൂരൽമല മേഖലകളുടെ പുനർനിർമ്മാണത്തിനുള്ള കേന്ദ്ര വായ്പാ വിനിയോഗം അടക്കമുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനായി പൊതുസമൂഹവും വലിയ രീതിയിൽ സഹായിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇതില് സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. നേരത്തെ ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി 5000 കോടി രൂപ ചെലവഴിച്ച കാര്യം പറഞ്ഞു. എന്നാൽ അതോടൊപ്പം നാടും നാട്ടുകാരും വലിയ തോതിൽ സഹകരിക്കുകയും നല്ല പിന്തുണ നൽകുകയും ചെയ്തു. അങ്ങനെയാണ് തകർന്നു പോകുമായിരുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര പരിഷ്കാരത്തിന്റെ ഭാഗമായി ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് 6 മാസത്തിനകം നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അക്കാദമിക് ഡയറക്ടറേറ്റുകൾ ഏകീകരിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. 1ാം ക്ലാസ് പ്രവേശനത്തിന് പ്രവേശന പരീക്ഷയും ഇന്റർവ്യൂവും അനുവദിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. സ്കൂളുകളിൽ റാഗിംഗ് വിരുദ്ധ സെല്ലുകൾ രൂപീകരിക്കുന്ന കാര്യം പരിഗണനയിലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് പോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് തടയാൻ കർശനമായ നടപടികൾക്കൊപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ തലത്തിൽ മാത്രമല്ല മുതിർന്ന ക്ലാസുകളിലും കോളേജുകളിലുമൊക്കെ ചെല്ലുമ്പോൾ വിദ്യാർത്ഥികൾ സ്വീകരിക്കേണ്ട സമീപനം ചെറുപ്പത്തിൽ തന്നെ സ്വയശക്തമാക്കുവാൻ റാഗിംഗ് വിരുദ്ധ സെല്ലിന്റെ പ്രവർത്തനത്തിലൂടെ കഴിയണം. അധ്യാപക വിദ്യാർത്ഥി ബന്ധം ശക്തിപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കും. കുട്ടികൾ അവർ അനുഭവിക്കുന്ന വിഷമതകൾ അധ്യാപകരോട് പറയുവാനാകണം. അത് സഹാനുഭൂതിയോടെ കേൾക്കുവാനും അതിനനുസരിച്ച് കൂട്ടായി പ്രവർത്തിക്കാനും അധ്യാപകർക്കും ആകണം. കേരളം ഇന്ന് നിക്ഷേപകരുടെ ലക്ഷ്യസ്ഥാനമാണെന്ന് മന്ത്രി പി രാജീവ്. നിരവധി കമ്പനികൾ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കുകയോ തങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കുകയോ ചെയ്തു. ഇവിടെ എത്തിയ കമ്പനികൾ സംസ്ഥാനത്തെക്കുറിച്ച് നല്ല അഭിപ്രായം കൂടുതൽ കമ്പനികളുമായി പങ്കുവയ്ക്കുകയും അവരെ കൂടി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും മന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. വ്യവസായവും സ്റ്റാർട്ടപ്പും അടക്കമുള്ള മേഖലകളിൽ സർക്കാർ കൂടുതൽ നിക്ഷേപം നടത്തുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ ഇന്ന് കേരളത്തിലാണ്. കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ നൽകിയും സബ്സിഡികൾ അനുവദിച്ചും സാധ്യമായ എല്ലാ പിന്തുണയും നൽകി സർക്കാർ സംരംഭകർക്കൊപ്പമുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് മേഖലയുടെ വളർച്ചയെക്കുറിച്ചുള്ള തന്റെ ലേഖനം കേരളത്തിന്റെ സമ്പൂർണ്ണ സാമ്പത്തിക അവസ്ഥയെ വിലയിരുത്താനുള്ള ശ്രമമല്ലെന്ന് ശശി തരൂർ എംപി. സംസ്ഥാനം ഇപ്പോഴും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. തൊഴിൽ ക്ഷാമം, വിദ്യാഭ്യാസമുള്ള യുവാക്കളുടെ വിദേശത്തേക്കുള്ള പ്രവാസം, കൃഷിമേഖലയിലെ പ്രതിസന്ധി, കടബാധ്യത തുടങ്ങിയ പ്രതിസന്ധികൾ സംസ്ഥാനം നേരിടുന്നുണ്ടെന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടി. ആരോഗ്യം ആനന്ദം അകറ്റാമർബുദം ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശാവർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും പ്രത്യേക ക്യാൻസർ സ്ക്രീനിംഗ് നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. നാളെയും മറ്റന്നാളുമാകും ഇവർക്ക് പ്രത്യേകമായി സ്ക്രീനിംഗ് നടത്തുക. എല്ലാ മെഡിക്കൽ ഓഫീസർമാരും അവരുടെ അധികാരപരിധിയിലുള്ള ആശാപ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ എന്നിവർക്കായി പ്രത്യേക ക്യാൻസർ സ്ക്രീനിംഗ് ക്ലിനിക്കുകൾ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ആശാവർക്കർമാർ നടത്തിവരുന്ന സമരം തുടരുമെന്ന് സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. എന്നാൽ ആശാവർക്കർമാരുടെ ആവശ്യങ്ങളോട് സർക്കാരിന് അനുഭാവപൂർവ്വമായ നിലപാടാണുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആശമാർക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി മത്സരങ്ങൾ നാളെ ആരംഭിക്കും. അഹമ്മദാബാദിൽ കേരളം ഗുജറാത്തിനെയും നാഗ്പൂരിൽ മുംബൈ വിദർഭയെയും നേരിടും. രാവിലെ 9:30 മത്സരം ആരംഭിക്കും. പൂനെയിൽ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കശ്മീരിനെ മറികടന്നാണ് കേരളം സെമിയിലെത്തിയത്. ISL ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദൻസി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 7:30 മത്സരം. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സുമായി ഏറ്റുമുട്ടും. ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് മാർത്തോമ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രോപൊലിത്ത. 130ാമത് മാരാമൺ കൺവെൻഷൻ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും തലമുറകളുടെ ശരിയായ രൂപീകരണത്തിൽ കുടുംബത്തിനുള്ള പങ്ക് നിസ്സാരമായി കാണരുതെന്നും മർത്തോമ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമ മെത്രോപൊലിത്ത പറഞ്ഞു. ദൈവത്തോടുള്ള ആഭിമുഖ്യം വളർന്നു വരണം. മൊബൈൽ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവയിലൂടെ നൽകപ്പെടുന്ന ആശയങ്ങൾ സത്യവും നീതിപൂർണവും സംസ്കാരപൂർണവുമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മയായ മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് കൺവെൻഷൻ നഗരിൽ എത്തിയത്. മുതിർന്ന പൌരന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിൽ നടക്കുന്ന കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സംബന്ധിച്ചു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ വനിതാ മാധ്യമ കോൺക്ലേവ് മറ്റന്നാൾ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ആധുനിക ചികിത്സാ സൌകര്യങ്ങൾ ഒരു കുടക്കീഴിലാക്കി കളമശ്ശേരി മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്ന ഒപ്പം മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ 4ാം പതിപ്പ് ഇന്ന് നടന്നു. കഴിഞ്ഞ 3 തവണ നടന്ന ക്യാമ്പുകളിലായി 23,000 പേർക്ക് ചികിത്സ ഉറപ്പാക്കാൻ സാധിച്ചതായി മന്ത്രി P രാജീവ് പറഞ്ഞു. ആരോഗ്യകരമായ ജീവിതശൈലി പ്രചരിപ്പിക്കാൻ സംഘടിപ്പിച്ച തൃശൂർ കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തോൺ ഇന്ന് നടന്നു. ഫുൾ മാരത്തോൺ, ഹാഫ് മാരത്തോൺ, മിനി മാരത്തോൺ, ഫൺ റൺ എന്നീ ഇനങ്ങളിലായി 2500ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. മന്ത്രിമാരായ R ബിന്ദു, K രാജൻ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ വെള്ളാവൂർ മണിമല തിരുവിതാംകൂർ ഫോക്ലോർ സെന്ററിലെ രംഗവേദിയുടെയും ആർട്ട് ഗാലറിയുടെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ചീഫ് വിപ്പ് N ജയരാജ് അധ്യക്ഷത വഹിച്ചു. കേരള ഫോക്ലോർ അക്കാദമിയുടെ സബ് സെന്ററാണ് തിരുവിതാംകൂർ ഫോക്ലോർ സെന്റർ. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതത്തിന്റെ സാധ്യതകളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഭാരത് ടെക്സ് 2025 എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിലെ പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർക്കുന്ന യോഗം നാളെ തിരുവനന്തപുരത്ത്. സ്കൂളുകളിൽ റാഗിംഗ് വിരുദ്ധ സെല്ലുകൾ രൂപീകരിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് 6 മാസത്തിനകം നടപ്പാക്കുമെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി. കേരളം നിക്ഷേപകരുടെ ലക്ഷ്യസ്ഥാനമെന്ന് മന്ത്രി P രാജീവ്. സ്റ്റാർട്ടപ്പ് മേഖലയിൽ സർക്കാർ കൂടുതൽ നിക്ഷേപം നടത്തുകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനത്തെ എല്ലാ ആശാ വർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും പ്രത്യേക ക്യാൻസർ സ്ക്രീനിംഗ് നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സ് പോരാട്ടം. ISLൽ മുഹമ്മദൻസി ഈസ്റ്റ് ബംഗാളിനെ നേരിടും. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.